CPM അടിമാലി ഏരിയ സമ്മേളനം സമാപിച്ചു. ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. കുഞ്ഞിത്തണിയിൽ നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് കുഞ്ചിത്തണിയിൽ CPMന്റെ അടിമാലി ഏരിയ സമ്മേളനം നടന്നു വന്നിരുന്നത്. 3 ദിവസങ്ങളിലായി ക്രമീകരിച്ചിരുന്ന സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടന്ന റെഡ് വോളണ്ടിയർ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചാണ്ടി പി അലക്സാണ്ടറിനെ വീണ്ടും അടിമാലി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 21 കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇവിടെ കൃഷിക്കാരനെതിരായി വരുന്ന നീക്കങ്ങളെ തടയാൻ എല്ലാ നടപടികളുമായി മുമ്പോട്ട് പോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പരിശ്രമിച്ചു വരികയാണ്. ഈ അനുഭവത്തിൽ നിന്നെല്ലാം നിന്ന് ഈ അവകാശങ്ങൾ എങ്ങനെ നേടി? 10 സെന്റുകാരന് 10 സെന്റ് ഭൂമിയുടെ അവകാശം, കുടികിടപ്പ് അവകാശം, മിച്ചഭൂമി 15 ഏക്കർ ഭൂമി പരിധി നിർണയിച്ചു. ആ പരിധിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് തോട്ടഭൂമി മാത്രമാണ്. അത് നാണ്യങ്ങളുടെ പ്രാധാന്യവും തൊഴിലാളി ജോലിയുടെയും അടിസ്ഥാനത്തിലാണ് തോട്ടങ്ങൾക്ക് ചില ഒഴിവ് കൊടുത്തിട്ടുള്ളത്. സമ്മേളനത്തിൽ ചാണ്ടി പി അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. MM മണി MLA, KB ശശി, ശൈലജ സുരേന്ദ്രൻ, TK ഷാജി, A രാജ MLA, KR ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 12 ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 125 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 140 ബ്രാഞ്ച് സമ്മേളനങ്ങളും 12 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച ശേഷമാണ് അടിമാലി ഏരിയ സമ്മേളനം ക്രമീകരിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.